അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ ഖാദിയാനികൾ അതിൻ്റെ ഉത്ഭവം ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് അവർ പാകിസ്ഥാനിലേക്ക് നീങ്ങി, പാകിസ്ഥാനിൽ നിന്ന് ഖലീഫ ലണ്ടനിലേക്ക് എത്തിയതിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചുരുക്കി വിവരിച്ചത്. ഇനി ഇതുപോലെ തുടക്കകാലം മുതൽ അവരുടെ ഒരു ആദർശ പ്രചാരണത്തിൻ്റെ മുഖ്യ ഉപാധിയായ മുബാഹല വെല്ലുവിളി, ആ വെല്ലുവിളികളുടെ ചരിത്രങ്ങളും അതുപോലെ തന്നെ അത് യാഥാർത്ഥ്യമാകുന്നൊരവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ കഥയുമാണ് നമുക്ക് തുടർന്ന് കേൾക്കാം. പാകിസ്ഥാനിലെ അയാളുടെ സ്വപ്നം എന്തായിരുന്നു വെച്ചാൽ പാകിസ്ഥാനിലെ 3 സംസ്ഥാനങ്ങൾ ഒരു ഖാദിയാനി സ്റ്റേറ്റാക്കി, ഖാദിയാനി രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള സ്വപ്നത്തിലാണ് അവിടെ പോയത്. അങ്ങനെയാണ് അവിടുത്തെ ഭരണകൂടം വന്നപ്പോൾ ഈ സർ സഫറുല്ലാ ഖാൻ അവരുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ ആക്കിയത്. പിന്നീട് സംഭവിക്കുന്നത് ഇയാൾ പുറത്ത് ഖാദിയാനിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു പോയി അങ്ങനെ ലണ്ടനിൽ അവർക്ക് ഒരു സ്ഥലമുണ്ട്. നേരത്തെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ നിൽക്കുന്ന സ്ഥലത്ത് കുറഞ്ഞ സ്ഥലം, ആ സ്ഥലത്തിന് ഇസ്ലാമാബാദ് എന്ന് പേര് കൊടുത്ത് അവിടെയാണ് ഈ ഖലീഫയുടെ ആസ്ഥാനമായിട്ട് ഉണ്ടായത്. ഈ ഖലീഫ അവിടെ ചെന്ന്, താഹിർ അഹമ്മദ് അവിടെ ചെന്ന് അടുത്ത വെള്ളിയാഴ്ച മുതൽ അയാൾ നടത്തുന്ന ഖുതുബകളിലൊക്കെ സിയാലുലക്കിനെ അതിശക്തമായിട്ട് ഭത്സിക്കുകയും വളരെ മോശമായിട്ട് അദ്ദേഹത്തിനെതിരിൽ പ്രഭാഷണം നടത്തുകയും അതിൽ തർദിയത്തിൽ നിന്ന പോലെ ഇയാൾക്ക് ലഅനത്ത് ചൊല്ലിക്കൊണ്ട് ഓരോ ഖുതുബയും അവസാനിപ്പിച്ചിരുന്നത്. അപ്പോൾ 84 മുതൽ 88 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ എല്ലാ ഖുതുബകളിലും ഇദ്ദേഹം ഇത് നടത്തിയായിട്ട് നമുക്ക് എവിടെ കാണാൻ കഴിയും? ബദർ പത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. കുറേയൊക്കെ അന്ന് ബദർ പത്രം എനിക്ക് കിട്ടിയിരുന്നു. അത് വെച്ചിട്ട് നമുക്കത് കാണാൻ കഴിയും. അങ്ങനെ സിയാലുലക്കിന് എന്തെങ്കിലും പറയാം, അല്ല പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ പാകിസ്ഥാൻ ജഡ്ജിമാരെ, പാകിസ്ഥാനിലെ ഇതൊക്കെ പറ്റിയിട്ട് ഈ വിമാനാപകടത്തിൽ അങ്ങനെ അദ്ദേഹത്തിന് ആ സമയത്തൊരു വഹി ഉണ്ടായി. വഹി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പിന്നെയാണ് അത് ആ വഹി എന്താണെന്ന് പറയുന്നത്. അതിൽ ഇയാളിങ്ങനെ ഒരു കിടക്കുന്ന സമയത്ത് ക്ലോക്കിൽ നോക്കിയിട്ട് നിൽക്കുമ്പം ആ ക്ലോക്കിൽ 10 എന്നുള്ള ആക്കം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നു. അതാണ് കശ്ഫ്. ആ കശ്ഫിൻ്റെ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു വഴിയുണ്ട്, ഫ്രൈഡേ ദ 10th എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇത് വഹിയും ഇൽഹാമും കശ്ഫും ഒന്നിച്ചുണ്ടാകുന്നു. അപ്പോൾ പിന്നീട് അദ്ദേഹം അതിനെ വിശദീകരിച്ചെന്ന് വെച്ചാൽ ഒരു 10ാം തീയതി ഞാൻ ഇവരെ മുബാഹലക്ക് വെല്ലുവിളിക്കുന്നതാണ്. 10ാം തീയതി വെള്ളിയാഴ്ച ആ 10ാം തീയതി വെള്ളിയാഴ്ച അള്ളാഹു അറിയിച്ചു കൊടുത്താണ്. പക്ഷേ ആ 10ാം തീയതി പിന്നെയും വന്നു കുറേ. പക്ഷേ 10ാം തീയതി വെള്ളിയാഴ്ച ഒന്നൊന്നും അയാൾ പറഞ്ഞില്ല. 1988 ജൂൺ 10 ഒരു വെള്ളിയാഴ്ച അദ്ദേഹം ഖുതുബ നടത്തുമ്പം അദ്ദേഹം മുസ്ലിം ലോകത്തെ മുഴുവനും മുബാഹലക്ക് വെല്ലുവിളിച്ചു. മുസ്ലിങ്ങളെ ആർക്ക് വേണമെങ്കിലും ഈ മുബാഹലിൽ പങ്കെടുക്കാം. സത്യത്തിൽ ഈ ഖലീഫൻ്റെ വക ഒരു പുതിയ വെല്ലുവിളി. അതിൽ പക്ഷേ അദ്ദേഹം ആഹ്വാനം നടത്തിയത് 2 രീതിയിലാണ്. ഒന്ന്, മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി നമ്മുടെ മസീഹ് മൗഊദ് തന്നെ നേരത്തെ പ്രഖ്യാപിച്ച മുബാഹല ഇപ്പോഴും നിലവിലുണ്ട്, അതിൻ്റെ പ്രതിപുരുഷനായിട്ട് ഞാനിവിടെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് 2 തരത്തിൽ ആഹ്വാനം നടത്തിയാണ്. ഒന്ന്, അദ്ദേഹം നടത്തിയുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ, അദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറഞ്ഞാൽ മസീഹ് മഹ്ദി വാദമാണ് പറയുക, പ്രവാചകത്വവാദം എന്ന് പറയില്ല. അതിനു വേണ്ടിയിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്ക് വേണമെങ്കിലും മുബാഹലക്ക് തയ്യാറാവാം. അല്ലെങ്കിൽ അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്ന ആരോപണങ്ങൾക്ക് മറുപടിയായിട്ട്. പക്ഷെ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഞാനിവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ ആ ലഘുലേഖയിൽ ഒപ്പിട്ട് തന്നാൽ മതി 2ാം കക്ഷിയായിട്ട്. അങ്ങനെ 1988 ആഗസ്റ്റ് 17 ജനറൽ സിയാഉൽ-ഹഖ് ഒരു വിമാനാപകടത്തിൽ മരിച്ചു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരു പുതിയ ഉൾവിളി ഉണ്ടായത്. ഈ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മുബാഹല വെല്ലുവിളിയെ പരമാവധി പരസ്യപ്പെടുത്താം. അപ്പോൾ അതിൽ 1ാം പ്രതിയായിട്ട് ഇവരെന്ത് ചെയ്തു? അതിന് ആദ്യം ഇറക്കിയ ഒരു അതായത് ഖലീഫൻ്റെ ഒരു ഖുതുബയിലൊരു സംസാരം മാത്രമായി നിന്നിരുന്നൊരു സംഗതി ലോകത്ത് വലിയൊരു ചർച്ചാ വിഷയമാക്കിയിട്ട് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഒരു
ഒരവസരമായിട്ട് ഉപയോഗപ്പെടുത്തി. അങ്ങനെയാണ് ജമാഅത്തെ അഹമ്മദിയ ആലംഗീർ की तरफ से दुनिया भर के मुआनिदीन और मुकफ़िरीन और मुकद्दिबीन को मुबाहला का खुला खुला ചാലഞ്ച്. ഈ പുസ്തകം ആദ്യം വന്നത് പുസ്തകമായിട്ടല്ല, ഇത് ബദർ പത്രത്തിൽ വിശദമായി വിശദീകരിച്ചു. പിന്നീട് ഈ സംഭവത്തിന് ശേഷം ഇദ്ദേഹം ഇതൊരു നല്ല സന്ദർഭമായി മനസ്സിലാക്കുകയും മുബാഹലയുടെ ഒന്നാമത്തെ ആളാണ്, ആദ്യമായിട്ട് പറഞ്ഞ ആളാണ് ആര്? സിയാവുല്ലക്ക്. അങ്ങനെ സിയാവുല്ലക്കിൻ്റെ മരണത്തോടുകൂടി മുബാഹലയുടെ ഒരു ഭാഗം വിജയിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഇദ്ദേഹം അവതരിപ്പിച്ച ഇയാളിപ്പോൾ ഈ മുബാഹലക്ക് വെല്ലുവിളിച്ചു, ഇദ്ദേഹം മുബാഹലക്ക് വെല്ലുവിളിച്ച ഇവർ സിയാവുല്ലക്കിനെ അറിയായിരുന്നു. അത് മുബാഹല അത് വേറൊരു വിഷയം. അല്ല, അത് മുബാഹലയുടെ ആദ്യത്തെ പ്രതി, ഒന്നാം പ്രതി, ഇറ്റ്ലിസ്റ്റിലെ ഒന്നാമത്തെ പക്ഷേ ഇതിലില്ല. നമ്മുടെ മലയാളത്തിലൊക്കെ അതിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അതായത് ഒന്നാമത്തെ ആള് സിയാവുല്ലക്ക്, പിന്നെയുള്ളത് പാകിസ്ഥാൻ കോടതിയിലെ ജഡ്ജിമാർ, ഈ ഇവർക്കെതിരായിട്ട് വാദിക്കുന്ന വക്കീലന്മാർ, അങ്ങനെയുള്ള കുറേ ആളുകൾ. പിന്നെ പാകിസ്ഥാൻ അതോടുകൂടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സിയാവുല്ലക്ക് കൊല്ലപ്പെട്ടത് മുബാഹലിൻ്റെ ഇയാളെ ഈ ആഹ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അത് വലിയ ചർച്ചാ വിഷയമായിട്ട് മാറി. അങ്ങനെയാണ് കേരളത്തിൽ ഇതിൻ്റെ ചൂടും പകി ആവേശം കൊണ്ടിട്ട് അവർ അങ്ങനെ പിന്നെ പിന്നെ ഈ ഉറുദുവിലുള്ള ബദർ പത്രവും അതുപോലെ ഈ ലഘുലേഖകളും പരമാവധി ഉറുദു വേൾഡിലാണ്, പിന്നെ അതറിയുന്നവരിട്ടാണല്ലോ അതുണ്ടാകും. അങ്ങനെ അത് പ്രചണ്ഡമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഇതിൽ ഈ ലിസ്റ്റ് നമുക്ക് അതിൽ കാണാൻ കഴിഞ്ഞു. ആ ലിസ്റ്റിലുള്ള പിന്നെ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി, ഇവരെ ഖാദിയാനികളെ മുസ്ലിങ്ങളായി പ്രഖ്യാപിച്ച റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി, പിന്നെ പാകിസ്ഥാനിലെ ഈ പിന്നെ എല്ലാ ജഡ്ജിമാരും വക്കീലന്മാരും, പിന്നെ സംഘടനാ നേതൃത്വം, പിന്നെ മറ്റേ എം പിമാർ, അങ്ങനെ വന്നുകൊണ്ട് വലിയ ലിസ്റ്റാണ്. അഹമ്മദിയ ജമാഅത്തിൻ്റെ വന്ധ്യസ്ഥാപകരായ ഹസ്രത്ത് മിർസാ ഗുലാം അഹമ്മദുൽ ഖാദിയാനി ഉമ്മത്തെ മുഹമ്മദിയായിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹ്ദിയും മസീഹുമാണെന്ന് വാദിച്ചതിനെ ആസ്പദമാക്കി അദ്ദേഹം സത്യവാദിയോ വ്യാജവാദിയോ എന്ന കാര്യത്തിൽ ഒരു മുബാഹല നടത്താനുള്ള പുതിയ ആഹ്വാനം ഇപ്പോൾ പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. മിർസാ ഗുലാം അഹമ്മദുൽ ഖാദിയാനി താൻ തന്നെ പ്രസിദ്ധീകരിച്ച പരസ്യമായ മുബാഹല ആഹ്വാനം നിലവിലുണ്ട്. അത് ശ്രദ്ധാപൂർവം വായിച്ച് അതിൻ്റെ പരിണതഫലങ്ങൾ മനസ്സിലാക്കിയും ആ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരുവാൻ നാം നമ്മുടെ എല്ലാ എതിരാളികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് പിന്നെ അന്ന് സത്യദൂതനിൽ വന്ന ആ ഭാഗമാണ്. ഞാൻ കള്ളവാദിയാണെന്ന് കരുതുകയും വഞ്ചകനും കറ്റുകെട്ടുകാരനുമാണെന്ന് മനസ്സിലാക്കുകയും ഓരോ ആളും മുസ്ലിമോ ഹിന്ദുവോ ആര്യ സമാജക്കാരനോ മറ്റേത് മതസ്ഥനോ ആയിക്കൊള്ളട്ടെ, അയാൾക്ക് എനിക്കെതിരിൽ ഇപ്രകാരം എഴുത്തു മുഖേനയുള്ളൊരു മുബാഹല സ്വന്തത്തിൽ പ്രസിദ്ധീകരിക്കാൻ അവകാശമുണ്ടായിരിക്കും. അയാൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഏതാനും പത്രങ്ങളിൽ ഇപ്രകാരം പ്രസിദ്ധീകരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അത് ശരിയല്ലെങ്കിൽ അള്ളാഹുവെ നീ എന്നിലേക്ക് ശാപം ശിക്ഷകൾ ഇറക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണിത്. ഇത് ആണ് ആഹ്വാനം 1. ഇത് ഹഖീഖത്തുൽ വഹി എന്ന പുസ്തകത്തിൽ അദ്ദേഹം 1907 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അപ്പോൾ അന്ന് അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞാണ് ഈ ആഹ്വാനം. അദ്ദേഹത്തിന് ശേഷം ഓരോ ഖലീഫുമാരും അത് ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. അതേസമയം ഇപ്പോൾ രണ്ടാമതായിട്ട് ഈ സമയത്ത് 1988 പറയുന്നൊരു ആഹ്വാനം 2ആണ്. അതിൽ പറയുന്നത് ഖാദിയാനി മിർസായി എന്നൊക്കെ പറയുന്ന അഹമ്മദിയ ജമാഅത്ത് താഴെ ചേർക്കുന്ന വിശ്വാസങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് ശത്രുക്കൾ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നതിനായി നിരന്തരം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ജമാഅത്ത് അതിൻ്റെ സ്ഥാപകരായ ഹസ്രത്ത് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ പറ്റി അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ്. ദൈവമായിരുന്നു, ദൈവത്തിൻ്റെ പുത്രനായിരുന്നു, ദൈവത്തിൻ്റെ പിതാവായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പ്രസ്താവനകൾ ഇറക്കിയിട്ട് പറയാണ് ഇത് ശരിയല്ല, ഇത് അഹമ്മദിയ ജമാഅത്തിൻ്റെ വിശ്വാസമേ അല്ല, ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. പിന്നെ രണ്ടാമത്തത് നബി തിരുമേനി ഖാത്തം നബിയീനാണെന്ന വസ്തുത പൂർണ്ണമായും നിഷേധിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളിലും അർത്ഥങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി എന്നിട്ട് പറയാണ് ഇതൊക്കെ ശരിയല്ല. പിന്നെയും മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് കാണുക അഹമ്മദിയ ജമാഅത്തെ കുറിച്ച് ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷുകാരുടെയും യഹൂദരുടെയും ഇസ്ലാമിനെതിരെയുള്ള ഗൂഢതന്ത്രത്തിൻ്റെ സന്തതിയാണ്. അങ്ങനെയാണ് ഒരു ഭാഗം. അതായത് ഇസ്രായേൽ ഒന്നുകൂടി പറയാം, ഈ ജമാഅത്തും റഷ്യയും തമ്മിൽ രഹസ്യ ചർച്ചകളുടെ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. ഇസ്രായേൽ സൈന്യത്തിൽ ഈ ജമാഅത്തിൻ്റെ ആളുകൾ പ്രവർത്തിക്കുന്നത് പരസ്യമായി രഹസ്യമാണ്. അതിൻ്റെ എണ്ണം പറയുന്നുണ്ട്, 4000 പേര് അവിടെ
ഇസ്രായേലിൻ്റെ സൈന്യത്തിലുണ്ട്. പിന്നെ ഇങ്ങനെ അത് അങ്ങനെ പറഞ്ഞാൽ 68 ആരോപണങ്ങളാണ് ഇവർക്കെതിൽ. എന്നിട്ട് ഒടുവിൽ പറയണത് ഒന്നാം കക്ഷി ലോകത്തുള്ള എല്ലാ അഹമ്മദി പുരുഷന്മാരുടെയും സ്ത്രീകളെയും ചെറിയവരെയും വലിയവരെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാം മിർസ താഹിർ അഹമ്മദ് ഇബ്നു മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് ലോക അഹമ്മദിയ ജമാഅത്തിൻ്റെ ഇമാം ഒപ്പ് 1988 ജൂൺ 10 വെള്ളിയാഴ്ച. മറുഭാഗത്ത് രണ്ടാം കക്ഷി പൂർണ്ണ ഹൃദയത്തോടും ഉത്തരവാദിത്വത്തോടും ശിക്ഷയെക്കുറിച്ചുള്ള പൂർണ്ണ അറിവോടും ബോധത്തോടും കൂടി ഈ മുബാഹലയിൽ രണ്ടാം കക്ഷിയായിരിക്കുവാൻ സമ്മതിക്കുന്ന അഹമ്മദിയ പ്രസ്ഥാനത്തിൻ്റെ നിഷേധികൾ, അതിനെ കള്ളമാക്കുന്നവരുമായ എല്ലാവരും ഒപ്പ്. ഇത് ഒപ്പിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം? കാത്തിരിക്കണം. ഒരു വർഷം കഴിഞ്ഞാൽ അസത്യ കക്ഷികൾ പൂർണ്ണമായും പൂർണ്ണനാശത്തിന് വിധേയരാകും. ഇതിലിപ്പോൾ അവരെ സംബന്ധിച്ച് ആരും ഉന്നയിക്കാത്ത കുറേ ആരോപണങ്ങളല്ലേ? കറക്റ്റ്. നമ്മൾ പറഞ്ഞ എന്തോ അറിയോ, ഇതിന് നമ്മൾ കൃത്യമായിട്ട് ഉറുദുവിലൊരു മറുപടി ഉണ്ടാക്കി. ആ മറുപടിയിൽ നമ്മൾ പറഞ്ഞത് ഇതൊന്നും ഞങ്ങളുടെ ആക്ഷേപമല്ല, ദൈവമായിരുന്നു, ദൈവപുത്രനായിരുന്നു, ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. മിർസയെക്കുറിച്ച് ഞങ്ങൾ അതുപോലെ ഇസ്രായേലിൽ 4,000 ഇത്രയും സൈനികർ ജർമ്മനിയിൽ ഗറില്ല പരിശീലനത്തിന് പിന്നെ പാകിസ്ഥാനിലെ അഹമ്മദികളെ കൊണ്ടുപോയിട്ട് ഇതൊന്നും നമുക്കറിയില്ല. അതുപോലെ യുദ്ധരംഗത്താണ് 5-10 ആൾ മരിച്ചു പോയാൽ ഈ പ്രസ്ഥാനം തെറ്റായി വരും. കൃത്യമാണ് 2,000, 4,000, 6,000 എന്നൊക്കെ പറയുന്നത് കൃത്യമാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങൾ അടിസ്ഥാനപരമായ വിഷയത്തിൽ മുബാഹല നടത്താൻ തയ്യാറാണ്. എന്താണ് അടിസ്ഥാന വിഷയം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്. അദ്ദേഹത്തിന് ശേഷം ഒരു പ്രവാചകനും ലോകത്തേക്ക് വരികയില്ല. രണ്ടാമത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി വ്യാജ പ്രവാചകനാണ്. അദ്ദേഹത്തിന് തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന വഹി അള്ളാഹു നൽകുന്നതല്ല. ഈ കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ഈ സംഗതിക്ക് വേണ്ടി ഇത് സത്യമല്ലെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇദ്ദേഹത്തിന് കത്തെഴുതുകയും ലണ്ടനിലേക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഇത് ഉറുദുവിൽ നമ്മൾ ഇറക്കി. അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇവരിത് മലയാളത്തിൽ വരുത്തി. മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ 1-2 കോപ്പികളല്ല, ഒരുപാട് കോപ്പികൾ. ഇതും ഞാനിപ്പോൾ വായിച്ചത് ഇതും സത്യദൂതനിലേതാണ്. അതേസമയം ഒരുപാട് കോപ്പികൾ ഇവർ ഇറക്കിയിട്ടുണ്ട്. പല ക്വാളിറ്റിയുള്ള പല രൂപത്തിലും പല ഭാവത്തിലുള്ള കോപ്പികളാണ് ഇതൊക്കെ. ഈ ആശയങ്ങൾ ഇത് തവറൊന്ന് ഇങ്ങനെയുള്ള ഒരുപാട് എഡിഷനുകളിലായിട്ട് ഈ കോപ്പികൾ ഇറക്കി. അവരിതൊരു പ്രചാരണ ആയുധമാക്കി. അവർ പറയുന്നത് 2 ലക്ഷത്തോളം കോപ്പികൾ ഇറക്കി മലയാളത്തിൽ. അപ്പോഴാണ് ഞങ്ങൾ അതിന് മറുപടിയായിട്ട് മുബാഹല ആഹ്വാനത്തിന് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മറുപടി ഉണ്ട്. അഞ്ജുമൻ ഇഷായത്ത് ഇസ്ലാം ഇദ്ദേഹത്തിൻ്റെ കത്ത് കിട്ടി. അദ്ദേഹം അതിന് ഒരു മറുപടി എഴുതിയത്. ആ മറുപടിയാണ് പിന്നെ രസകരമായിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത് പിന്നെ ഞങ്ങൾക്കെതിരിൽ കുറേ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഞ്ജുമൻ ഇഷായത്ത് ഇസ്ലാം, പേര് പറഞ്ഞിട്ടില്ല, കക്ഷികൾ, എതിർകക്ഷികൾ അവരുടെ വ്യാജാരോപണത്തിലൊക്കെ വളരെ അതിര് കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് അവർ മുബാഹലയ്ക്ക് വന്നാലും ഇല്ലെങ്കിലും അവർ ഈ മുബാഹലയുടെ വരുതിയിൽപ്പെടുകയും ഒരു വർഷത്തിനകം അവരിൽ അള്ളാഹുവിൻ്റെ ശാപ ശിക്ഷകൾ ഇറങ്ങുകയും ചെയ്യും എന്ന് എഴുതിയ ഒരു കത്ത് ഞങ്ങൾക്ക് കൊണ്ടുവന്നു. ഇത് പക്ഷേ ഞങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നില്ല, അഞ്ജുമൻ ഇഷായത്തിനെ ആയിരുന്നില്ല, കൊടിയത്തൂർ അഹമ്മദിയ ജമാഅത്തിനാണ് അത് കൊടുത്തത്. അത് അനുസരിച്ചാണ് ഞാനത് പിന്നെ ഈ പുസ്തകത്തിൽ ഞാനത് അതെ ഈ കത്തുമായിട്ടാണ്. വേണമെങ്കിൽ നമുക്കത് കാണിക്കാം, വായിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾ റാബിത്തത്തുൽ ഇസ്ലാമുൽ ആലമി അടക്കമുള്ള സംഘടനകൾക്കെതിരിലുള്ള പിന്നെ ഖാദിയാനി ഖലീഫയുടെ ഈ പുതുക്കിയ മുബാഹല വെല്ലുവിളി അതിലേക്ക് അഞ്ജുമൻ ഇഷായത്ത് ഇസ്ലാം എത്തിപ്പെടാനുള്ള സാഹചര്യം എങ്ങനെയാണ് അല്ലേ? ആ വെല്ലുവിളി നമ്മളെ ഏറ്റെടുക്കേണ്ട അതെന്താ വെച്ചാൽ ഇങ്ങനെ ഈ കത്ത് വന്നപ്പോൾ നമ്മൾ ഏകപക്ഷീയമായിട്ട് അതിൽ വന്നല്ലോ. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത് ഇവർ 3 പേര് ഞങ്ങളുടെ അടുത്തേക്ക് കയറി വന്നിട്ട് ഈ കത്ത് തരുമ്പോൾ അതിനിടയ്ക്ക് പിന്നെ ഈ മുബാഹലനെ സംബന്ധിച്ചപ്പോൾ പിന്നെ നേരത്തെ മൂലം അതിൻ്റെ സൂറത്തുൽ ആലി ഇംറാനിലെ 61-ാമത്തെ വചനം പിന്നെ നമ്മൾ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. പക്ഷെ ഇങ്ങനെ ഇത്ര കാലാവധിക്ക് മുമ്പ് ശിക്ഷ ഇറങ്ങും എന്നതിലെവിടെയെങ്കിലും അതിലിപ്പോൾ പിന്നെ മദീനയിൽ വന്ന ആളുകൾ
പിന്നെ ഹക്കീബ് ആണല്ലോ അദ്ദേഹത്തിൻ്റെ നേതാവ്. അയാൾ ഈ സംഘത്തോട് പറയുന്നത് ഇദ്ദേഹം നബിയാണെങ്കിൽ നമ്മൾ അദ്ദേഹവുമായിട്ട് പിന്നെ മുബാഹല നടത്തിയാൽ പിന്നെ നമ്മൾ ബാക്കി ഉണ്ടാവില്ല, അതിന് അവധിയൊന്നുമില്ല. ഇപ്പൊ ഈ അവധി ഇതിവിടെ 6 മാസം 1 കൊല്ലം ഇതൊരു കൊല്ലാണ് അവർ വെച്ചിട്ടുള്ളത്. അത് അവരൊരു പിന്നെ അവർക്ക് ഇൽഹാമുണ്ട്, പ്രവാചകൻ ഇൽഹാമുണ്ട് എന്ന് പറഞ്ഞാൽ പോലെ അവധിന്റെ കാര്യത്തിൽ നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല. എന്നാലും അത് അതേതായാലും ഈ നമ്മൾ പറഞ്ഞ മുബാഹൽ, ഇസ്ലാമിൽ പറഞ്ഞ മുബാഹലിൽ എന്തായാലും ഈ കാലാവധി ഇല്ല. കാലാവധി ഇല്ല എന്ന് മാത്രമല്ല, പിന്നെ ഇത് ഈ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ എന്നുള്ള ആ ഖുർആൻ്റെ ആ പ്രയോഗം അങ്ങനെ തന്നെ എടുത്ത് പറയുക എന്നുള്ളതാണ്. ഒരിക്കലും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കാരണങ്ങളുണ്ടല്ലോ, പലജാതി കാരണങ്ങൾ. ആ കാരണങ്ങൾക്കൊന്നും നമ്മൾ ബാധകമല്ല. അപ്പോൾ പിന്നെ ഇസ്രായേലിലെ സൈന്യത്തിൽ ഈ 600 അഹമ്മദികൾ അല്ല 6000 4000 അഹമ്മദികൾ ഉണ്ടായാൽ നമുക്കെന്താ, അതിന് നമ്മൾ മുബാഹല നടത്തേണ്ടതില്ലല്ലോ. അതുപോലെ പിന്നെ മീർസനെ പറ്റി നമുക്ക് മീർസ ആരോപണങ്ങളൊന്നും നമ്മൾ ഉന്നയിക്കണല്ല. മീർസ സാഹിബ് ആകെയുള്ളത് എന്താ പറഞ്ഞാൽ ഇയാള് നബിയാണ് ബാക്കിയുള്ള എന്തായാലും ശരിക്കും വ്യാജ പ്രവാചകൻ. അത് മാത്രമേ നമുക്ക് പിന്നെ അത്ര വാദിക്കേണ്ട കാര്യമുള്ളൂ. മാത്രമല്ല അത് സൂറത്ത് ആലി ഇമ്രാൻ അല്ല സൂറത്ത് അന്നാമിൽ ഒരായത്ത് തന്നെ ഉണ്ട്. പിന്നെ മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ ഖാല ഊഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹി ഷൈ ഔ ഖാല സ ഉൻസിലു മിഥല മാ അൻസല. അതിന് 3 കാര്യം പറഞ്ഞേ. ഒന്ന് അള്ളാഹിൻ്റെ കയ്യിൽ കള്ളം ആരോപിക്കുക, ഒന്ന് എനിക്ക് വഹിയുണ്ട് എന്ന് പറയാം, മൂന്നാമത്തേത് അള്ളാഹ് അവതരിപ്പിച്ചതുപോലെ ഒന്ന് അവതരിപ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയാം. ഇവരാണ് ഏറ്റവും വലിയ അക്രമികൾ. നമ്മൾ ഇതിലാണ് പിടിച്ചിട്ടുള്ളത്. അതെ, അത് 3 മൂപ്പർ ചെയ്തിട്ടുണ്ട്. കരുവ് അറിഞ്ഞിട്ടാണെങ്കിൽ അല്ലെങ്കിൽ 3 മൂപ്പർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെയാണ് മുബാഹലിൻ്റെ പിന്നെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാനുണ്ടായ ഒരു സാഹചര്യം. അതായത് ഇത് ലോക മുസ്ലിങ്ങൾ, കാരണം ഒന്ന് തരം പിരാന്താണ്. അപ്പോൾ മുസ്ലിം സംഘടനകൾ ഇത് ഏറ്റെടുക്കൂല. പക്ഷെ ദീനി പിന്നെ ഈ ആകത്തൊന്ന് പിടിച്ചു കെട്ടേണ്ടതില്ല, അക്ഷയാകത്തെ. അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട്, ഇവരെന്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിലും ആ സമയത്ത് ഇപ്പോൾ നമ്മളൊക്കെ പിന്നെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്ന കാലത്താണ് ഇപ്പോൾ 89 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളോട് എന്ത് സംശയം ചോദിച്ചാൽ എന്ത് പറഞ്ഞാലും ഇവർ പറയാന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ മുബാഹലയ്ക്ക് വരും, നിങ്ങൾ മുബാഹലയ്ക്ക് വരും, നിങ്ങൾക്ക് ധൈര്യമുണ്ട് മുബാഹലയ്ക്ക് വരും. അപ്പോൾ എല്ലാ പിന്നെ സത്യത്തിൽ പിന്നെ അന്നത്തെ ഖാദിയാനികൾക്കെതിരുള്ള പ്രചാരണത്തിൻ്റെ ഫലമായിട്ട് അവർ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായങ്ങൾ ഏഷാതെ വന്നപ്പോൾ, വിശ്വാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഏഷാതെ വന്നപ്പോഴാണ് എനിക്ക് അതങ്ങനെ പറയാൻ കാരണം. എപ്പോഴും ഈ നാം മുബാഹലയ്ക്ക് വരും. അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ പിന്നെ നമ്മൾ പിന്നെ ഏറ്റെടുത്ത് പിന്നെ അതിൻ്റെ ഒരു അതുകൊണ്ടുണ്ടായിട്ടുള്ള മീർസ സാഹിബ് നബിയാണ് എന്ന് പറഞ്ഞതോടുകൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് ഈ മുബാഹലയ്ക്ക് വെല്ലുവിളിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതിയോഗികളോടും അദ്ദേഹം പിന്നെ മുബാഹലക്ക് റെഡിയാണോ അതോടൊന്നും ചോദിച്ച് വന്നിട്ടുണ്ട്. ചില സ്ഥലത്തേക്ക് കുട്ടികളെയും പെണ്ണുങ്ങളെയായിട്ട് കൊണ്ടു ചെന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ മൈതാനിയിൽ കാത്തിരുന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഖുർആനിൽ പറഞ്ഞ മാതിരിയുള്ള ഈ പിന്നെ വ്യവസ്ഥ നെബ്തഹിൽ എന്ന് പറഞ്ഞ ആ രീതിയിൽ അയാൾ എടുത്തില്ല. ഒക്കെ പിന്നെ ഇയാൾ പ്രസംഗിച്ചവിടെ പോവും, എന്നിട്ട് നിങ്ങൾ അവിടെ പ്രസംഗിച്ചോളി, അല്ലെങ്കിൽ എഴുതി ഒപ്പിട്ട് തന്നാളി, അതാക്കി ഇത് മീർസ സാഹിബിന്റെ ഒരു പ്രധാന സുന്നത്താണ്. അതേമാതിരി തന്നെ എല്ലാ ഖലീഫന്മാരുടെയും സുന്നത്താണിത്. ഓരൊക്കെ തന്നെയും ഈ പുസ്തകത്തിൽ ഈ മുബാഹല ചരിത്ര സംഭവം എന്നുള്ള അതിൽ മുബാഹലിന്റെ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തല്ലോ. പിന്നെ ഓരോ പ്രതികരണം എങ്ങനെയാണ് ഒരു പ്രതീക്ഷിച്ചിരുന്നോ നമ്മൾ ആരെങ്കിലും ഏറ്റെടുക്കുന്നു? സാധാരണ മുബാഹല വെല്ലുവിളി പോലെ ലോകത്തുള്ള പല പണ്ഡിതന്മാരും, ഇപ്പോൾ ഒരു ചിനിയോട്ടി എന്ന് പറഞ്ഞൊരു MP-യും ഒരു വലിയ പണ്ഡിതനുണ്ട്, ഈ തഹഫുസ് ഖത്തമുൻ നുബുവത്തിൻ്റെ പാകിസ്ഥാനിൽ. അദ്ദേഹം ഇവരോട് പറഞ്ഞത് ഇതേമാതിരി ഖുർആനിൽ പറഞ്ഞ പോലുള്ള ഒരു മുബാരക്ക് ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ തഹഫുസ് ഖത്തമുൻ നുബുവത്തിൻ്റെ പല അന്നത്തെ നേതാക്കന്മാരും ഇയാൾക്ക് കത്തെഴുതിയിട്ടുണ്ട്. അതുപോലെ അവിടെ ശ്രീലങ്കയിലെ ഒരു റിസ്വാൻ മാസ്റ്റർ, അത് ഇവരുടെ ബദറിൽ തന്നെ കിട്ടിയെങ്കിൽ ആ വിവരം. ആ റിസ്വാൻ മാഷ് ഇതേ കത്തെഴുതി. പക്ഷേ റിസ്വാൻ മാഷ് പിന്നീട് ആ ഒരു കാറപ്പകടത്തിലോ മറ്റോ മരിക്കാറ്റ് ചെയ്തപ്പം അത് മുബാലയുടെ ഫലമാണ്. മുബാല നടത്തണമെങ്കിൽ ഇങ്ങനെ നടത്തണം എന്നാണ് അയാൾ പറഞ്ഞത്. അതേമാതിരി ഞങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾക്ക് ഈ പിന്നെ ഇത് പറയാനുള്ളത്, ഈ 1988 നവംബർ 27 ഡേറ്റ് ഇട്ട് എഴുതിയ കത്താണ് ഇയാൾ. പക്ഷേ ഞങ്ങളെ അല്ല അഭിസംബോധന ചെയ്തത്. അതിങ്ങനെയാണ് അതിൻ്റെ അഹമ്മദിയ ജമാഅത്തിനെതിരെയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഇമാമിന് എഴുതി അയച്ചിരുന്നു.
അവിടുത്തെ പ്രസിഡന്റ് എഴുതാണ്. അതിന് മറുപടിയായി തിരുമനസ്സിൽ നിന്നും അയച്ചു കിട്ടിയ കത്തിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നിങ്ങളുടെ അറിവിലേക്കായി ഇതോടൊന്നിച്ച് അയക്കുന്നു. പ്രസ്തുത കത്തിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ബാഹ്യമായ നിലയിൽ നിങ്ങൾ മുബാഹല സ്വീകരിച്ചിട്ടില്ലെങ്കിലും ദുർഭാഷണങ്ങളിൽ നിങ്ങൾ മുൻകടന്നു പോയിരിക്കയാൽ അള്ളാഹു നിങ്ങളെ നിന്ദാപാത്രമാക്കിക്കൊണ്ട് അടയാളം കാണിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നാണ് ഖലീഫ താഹിർ അഹമ്മദിൻ്റെ കത്ത്. ആ കത്തിൽ ഇങ്ങനെ പറയുന്നത്, താങ്കളുടെ കത്ത് കിട്ടി. അവിടുത്തെ പ്രാദേശിക ജമാഅത്തിൻ്റെ പ്രസിഡൻറ്റിനാണ്, മാന്യൻ അഹമ്മദ് കുട്ടി സാഹിബ്, അസ്സലാമു അലൈക്കും, കൊടിയത്തൂരിലെ ജമാഅത്തിൻ്റെ. താങ്കളുടെ കത്ത് കിട്ടി. കളവാക്കുന്നവരുടെ പരിഹസിക്കലും കളിയാക്കലും ദുഃഖകരമാണ്. പ്രത്യക്ഷത്തിൽ നിങ്ങൾ മുബാല സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ദുർഭാഷണങ്ങളിൽ അതിരുവിട്ടിരിക്കെ അള്ളാഹു നിങ്ങളെ നിന്ദാപാത്രമാക്കി അടയാളം കാണിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നുവെന്ന് താങ്കൾ അവരെ എഴുതി അറിയിക്കുക. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സലാം അറിയിക്കുക എന്ന് പറയുന്ന വിനീതൻ മിർസ താഹിർ അഹമ്മദ്, ഖലീഫത്തുൽ മസീഹ് 4. ഇത് 27/11/1988 1693 നമ്പറായിട്ട് ഞങ്ങൾക്ക് വെച്ച കത്താണ്. അതായത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സിയാവുല്ലക്കിന് 1-ാം നമ്പർ ആക്കിയതുപോലെ ആ ലിസ്റ്റിൽ, ഹിറ്റ് ലിസ്റ്റിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ ഈ മുന്നറിയിപ്പ് തരാൻ വേണ്ടി ഇവർ വന്നപ്പം അവരുടെ മുഖഭാവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവർ ഒരു വധശിക്ഷ വിധിച്ച ഒരു ജഡ്ജിമാരുടെ പോലെ കുറച്ചവനെ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ഇവരുടെ കാര്യം ഒരു വളരെ സുഹൃത്തുക്കളല്ലേ. അപ്പം ഞങ്ങൾ അങ്ങനെ ഭീഷണിയാണ്. അങ്ങനെ ഇത് തന്നു. അത് തന്നപ്പോൾ നമ്മളതിന് പിന്നെ പ്രതികരിച്ചത് എന്താണ്, അദ്ദേഹത്തിന് മറുപടി എഴുതാനും പോയില്ല, നമുക്ക് അയച്ചില്ലല്ലോ. ഇവർക്ക് നമ്മൾ മറുപടി കൊടുത്തു. ഞങ്ങളിതിന് തയ്യാറാണ്. മുബാഹലയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും പീസ് റേഡിയോ ഫേസ്ബുക്ക് പേജിലും ജമീൽ ആപ്പിലും അവ ലഭ്യമാണ് എന്നറിയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും.